പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി ഇവിടേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സകല മാനവും സകല വീഴ്ചയും കരയറ്റുകയാണ്. ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വം കരയറ്റുന്നു. നമ്മളെല്ലാവരും തന്നെ മലയാളം അറിയാവുന്നവരെല്ലാവരും ഉണ്ട്. തമിഴ് അറിയാവുന്ന എത്ര പേരാ? തമിഴ് 2 പേര്. തമിഴ് அம்மாவுக்கு மலையாளம் தெரியுமா? தெரியாதா? ஆனால் கையெல்லாம் தட்டுறேன், நல்லா சந்தோஷமாக இருக்கிறேன். ஹல்லேலூயா சொல்கிறேன். எனக்கு தமிழ் நல்லா தெரியாது. தமிழ் பேசுறதுக்கு நான் முயற்சி பண்ணுறேன். ஆனாலும் ഞാൻ തമിഴ് പറയുമ്പോൾ മലയാളം എല്ലാവർക്കും തമിഴ് എല്ലാവർക്കും മനസ്സിലാകുന്നു. முயற்சி பண்ணுறேன். ஆனால் எனக்கு தமிழ் பேசுறதுக்கு ரொம்ப பயம் தான். என்னன்னு கேட்டால், தமிழ் உலகிலே நல்ல ഭാഷ. അത് ഏറ്റവും ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആണ്. പഴയ ഭാഷ, നല്ല സാംസ്കാരികമായിട്ട് എല്ലാ തകതിയിലും തമിഴ് ഭാഷ நல்ல ഭാഷ. அது என்ன மாதிரி ஒரு ஆள் பேசினா அதை எப்படி அதில் ரெஸ்பெக்ட் இந்த வேர்டு வந்தால் அது கொஞ்சம் பிரச்சனையாகிடும். அதனால தான் ஏதாவது தமிழில் பேசினா கொஞ்சம் பேசுவோம். அதனால் மலையாளத்தில் தமிழ்லையும் என் தகுதிக்கு முயற்சி பண்ண பார்க்குறேன். ஹல்லேலூயா ஸ்தோத்திரம். தமிழ் பேசினா இங்கே 2 பேர் புதுசாக மலையாளத்தில் வந்திருக்காங்க. அவர் எங்கள் ஊரில் நாங்கள் பேசுகிற பாஷை நல்லா பேசுகிறது. அவர் മലയാളത്തിൽ വേറൊരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്തുതിച്ചാണ്. ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തൻ എൻ്റെ പ്രിയ സഹോദരൻ, പ്രിയ ജേസൺ പാസ്റ്റർ. ഹല്ലേലൂയ സ്വതന്ത്രം. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ നേരത്തെ മുമ്പ് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പ്രിയ ദേവദാസൻ കുടുംബമായിട്ട് ഇവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്നത് ഹല്ലേലൂയ സ്വതന്ത്രം ഒന്നല്ല. ഇപ്പം രാവിലെ ഞാൻ അങ്ങനെ ഒന്നെന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് വിഷമമായി. ഹല്ലേലൂയ സ്വതന്ത്രം. എൻ്റെ 2 മക്കളെന്ന് തന്നെ പറയാം. ഹല്ലേലൂയ സ്വതന്ത്രം. ഒന്ന് സ്റ്റീഫൻ, അല്ലെങ്കിൽ ഇവിടുത്തെ പാസ്റ്ററിൻ്റെ പേരാണ് അരുൺ എന്നൊരു പേരുണ്ട്. ഒഫീഷ്യൽ നെയിം അരുണാണ്. അരുണും അതുപോലെ തന്നെ കർത്താവൻ എനിക്ക് എൻ്റെ ഏറ്റവും ഇളയ മകനാണ് ഇസാഖിനോടാണ് കടന്നു വന്നിരിക്കുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോഴേ ഞാൻ വളരെ സന്തോഷിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇവർ 2 പേരും ഈ ഭൂമിയുടെ മുഖത്തുണ്ടായിരിക്കേണ്ട ആൾക്കാരല്ല. ഒരാൾ മരിച്ചയാളാണ്, ഇപ്പുറത്തിരിക്കുന്ന ആള്. ചെറിയ ആൾ മരിച്ചയാളാണ്. അപ്പുറത്തിരിക്കുന്ന ആള് മരണത്തെ ജസ്റ്റ് മുഖാമുഖം കണ്ട ലാസ്റ്റ് പോയിന്റിൽ ജീവനിലേക്ക് തിരിച്ചു വന്നയാളാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന 2 പേരും ഇന്ന് ഭൂമിയുടെ മുഖത്ത് ഉണ്ടായിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. ഏകദേശം 50-60 ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ആളാണ് എൻ്റെ മകൻ. എൻ്റെ മകൻ്റെ മരണം ഞാൻ നേരിട്ട് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. മരിച്ച മകനെ ദൈവം തിരിച്ചു തന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജ് ICH എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ ആ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ നിന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടേഴ്സ് എല്ലാം അവനെ കൈവിട്ട് അവർ പോലും പാവട്ട് കരഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ECGയുടെ മെഷീൻ എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നു. ഹാർട്ട് ബീറ്റിൻ്റെ മെഷീനെല്ലാം 0 ആയി. അപ്പോഴും മാനുഷികമായിട്ടുള്ള എൻ്റെ ചിന്തയിൽ ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് എൻ്റെ മകൻ്റെ എൻ്റെ വയറ്റിലേക്ക് മാത്രം എൻ്റെ മകൻ്റെ വയറ്റിലേക്ക് നോക്കി. വയറ് ശ്വസിക്കുന്നതുകൊണ്ട് വയറ് പൊങ്ങി താഴുന്നുണ്ടോ എന്നാണ് എൻ്റെ നോട്ടം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നിശ്ചലമായി കിടന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മരണം ആ ഡോക്ടർമാരോടൊപ്പം ഞാൻ കണ്ടതാണ്. എന്നാൽ അല്പസമയം ശേഷം എന്നെ ആ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ആ വെന്റിലേറ്ററിന് പുറത്തേക്ക് തള്ളി വിട്ടു കഴിഞ്ഞപ്പോൾ
ആ വെന്റിലേറ്ററിന്റെ പുറകിൽ വെളിയിലേക്ക് പോയി മുട്ടുകുത്തി കരയാൻ കണ്ണുനീരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒന്ന് വെക്കാൻ ഒരു ഗൽഗതം, അങ്ങനെ ഒന്ന് വെക്കാൻ പോലുമുള്ള കരച്ചിലിന്റെ ശബ്ദം എനിക്കില്ല. എൻ്റെ ചങ്കടഞ്ഞു പോയതുപോലെ എൻ്റെ മകന്റെ മരണം കണ്ടപ്പോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ 3ാമത്തെ സിസേറിയൻ കഴിഞ്ഞ് വയറ് കയറി സ്റ്റിച്ച് പോലും ഒന്ന് നേരെ ഒട്ടാതെ എൻ്റെ ഭാര്യ വെളിയിൽ നിൽക്കുമ്പോൾ അവളോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ആ സാഹചര്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മുഴങ്കാലിലിരുന്നു. അല്പസമയത്തിന് ശേഷം ആ ഹോസ്പിറ്റലിന്റെ ഐസിയുടെ വാതിൽ കൂടി ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാർക്കെല്ലാം ലൈനായിട്ട് മടങ്ങുമ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായി, കുഞ്ഞിനെ നഷ്ടപ്പെട്ടവനായി, കോട്ടയം മെഡിക്കൽ കോളേജിലെ ICHന്റെ വെന്റിലേറ്ററിന്റെ വാതിൽക്കൽ ഉരുകിപ്പോയ ഒരു വ്യക്തിയല്ല. എങ്കിലും നേരിയ പ്രതീക്ഷ, ഒറ്റ പ്രതീക്ഷ, ക്രിസ്തുവിനുള്ള പ്രതീക്ഷ, ജീവനിലുള്ള പ്രതീക്ഷ, യേശുവിനുള്ള പ്രതീക്ഷ, ജീവനായകനിലുള്ള പ്രതീക്ഷ, അത് അറ്റുപോകാതെ ലാസറിനെ ഉയർപ്പിച്ച യേശുവെ, നീ ഇന്ന് ജീവിക്കുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ തിരികെ തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഓപ്പറേഷൻ ചെയ്ത ആരുടെയും മുന്നിലിട്ടല്ല ഓടിയത്. ഓപ്പറേഷൻ ചെയ്ത ആ പ്രൊഫസറിന്റെ പുറയിലേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചിട്ട് സാറേ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് നിലവിട്ട് ഞാൻ കര വീഴാൻ തുടങ്ങിയപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടൂ തന്റെ കുഞ്ഞ് ജീവിച്ചിടൂ, അവന് ജീവൻ തിരിച്ചു വന്നു, അവൻ ശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അവർ രണ്ടുപേരുമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. തലയ്ക്കോളം ഉള്ളതുകൊണ്ടല്ല ഞാൻ പോണ്ടിച്ചേരി വന്നത്. കേരളത്തിൽ നിന്ന് അനുഗ്രഹിക്കുക. കർത്താവദാസൻ പറഞ്ഞാൽ നല്ല സാമ്പത്തികം കിട്ടുന്ന ജോലിയുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ അഭിഷിക്തന്മാർ ദൈവ സ്നേഹം പ്രതി എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന എൻ്റെ ജീവന ബലമായി, എൻ്റെ ജീവന്റെ ആധാരമായി തന്നിരിക്കുന്ന ഈ തിരുവചനവുമേന്തി ഈ ദേശത്തേക്ക് കടന്നു വന്നെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ടെങ്കിലും ഇല്ലേലും ഞങ്ങൾക്ക് വിഷയമല്ല. ഈ ഹോളിൽ നിറച്ച ആളുണ്ടെങ്കിലും ഇല്ലേലും ഞങ്ങൾക്ക് വിഷയമല്ല. ഇവിടെ ആരും ഇല്ലേലും ഇവിടെ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കും. ആരും ഈ യേശുവിനെ പ്രസംഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മരിച്ചവനെ കുറിച്ചുള്ള പ്രസംഗമല്ല, ഇത് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം. ഈ പ്രസംഗം യേശുവിനെ കുറിച്ചുള്ള ഈ സന്ദേശം അനേകരെ ജീവിപ്പിക്കും. ഇത് ആരെയും കൊല്ലുന്നതല്ല, ഇത് അനേകരെ ജീവിപ്പിക്കുന്ന ജീവന്റെ മന്നയാണ്. കരങ്ങളെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു വലിയ കൂട്ടായ്മ തന്നിട്ടുണ്ട്. കർത്താവിന്റെ അഭിഷേകത്തിൽ ജേസൺ പാസ്റ്ററുമായിട്ട് ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ ഒരു സഹോദരങ്ങൾ പോലെയാണ്. അതുപോലെ തന്നെ ഇവിടെ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ദൈവം സഹായിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് ദൂതന്മാരൊക്കെ വന്നു കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം എന്താണെന്നറിയോ? ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഔദ്യോഗികമായിട്ട് എന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് പ്രിയ ദൈവമക്കൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ കയറി. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. എൻ്റെ കൈയും കാലം വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എന്ത് കൊടുത്താലും ഇവരെ തൃപ്തിപ്പെടുത്തുമെന്ന് അറിയാൻ മേലാത്ത ഒരു അനുഭവമായിരുന്നു. വേറൊന്നുമല്ല, എനിക്കറിയാം ദൈവത്തിന്റെ രാജ്യത്തെയും ദൈവനാമത്തെയും പ്രതി ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന കുറെ അഭിഷിക്തന്മാര്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന, കള്ളമില്ലാത്ത വഞ്ചനയില്ലാത്ത ദൈവരാജ്യത്തെ മാത്രം നോക്കി ഓടുന്ന ചില അഭിഷിക്തന്മാര് ദൈവം നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതൊരു വലിയ സന്തോഷമാണ്. അവരെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരെ കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷം ഈ മീറ്റിംഗിലേക്ക് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യമായി കർത്താവ് ചേർക്കപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആമേൻ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു.
ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടണം. ഇന്ന് പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ഇന്ന് ചെയ്യുമാറാകണമേ. ചില ഹൃദയങ്ങളെ ദൈവം ഇന്ന് പണിതെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നതാണ്. ചില ഹല്ലേലൂയ സ്തോത്രം ദൈവമേ, ചലനമറ്റ ചില ജീവനറ്റ ശരീരത്തിന്മേൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില വിധിയെഴുത്തുകളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് മാറ്റി എഴുതുവാൻ പോകുന്നതിനായി, അല്ലെങ്കിൽ ചില അടഞ്ഞ പുസ്തകങ്ങളെ കർത്താവ് തുറക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് എവിടെ അവസാനിച്ചു വരുന്നു കരുതുന്നോ അവിടെ ദൈവം ചിലതിനെ പുനരാരംഭിക്കുവാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അഴകന്റെ മുമ്പിൽ അടിയനൊരു ശബ്ദമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തവും ശബ്ദമായി ഇടപെടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തമിഴൊന്ന് വായിച്ചോട്ടെ, ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ ലേഖനം, 1 കൊരിന്ത്യർ ലേഖനം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം, അത് 9-ാമത്തെ വാക്യം. ദൈവം നമ്മിൽ അൻപ് കൂടുന്നവർക്ക് ആയുധം പണിനവളെ நம்ம கண்ணு காணவும் இல்லை, காது கேட்கவும் இல்லை, മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നവും இல்லை. നമുക്കോ ഹല്ലേലൂയ, നമുക്കോ ദൈവം നമ്മുടെ ആവിയിനാലെ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ കണ്ണ്, കാത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ദൈവം നമുക്ക് ആത്മാവിനാൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് അസാധാരണമായ ഒരു പ്രസംഗമാണ്. പ്രസംഗിച്ച ആളും അസാധാരണക്കാരനായ പ്രാസംഗികനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, 1, 2, 3 പല മിഷണറി യാത്രകൾ നടത്തി പല ദേശങ്ങളിലേക്ക് കടന്നുപോയി. അവിടങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ന്യായപ്രമാണത്തെ കുറിച്ചും വ്യക്തവും ശക്തവുമായിട്ടുള്ള ദൈവിക ആലോചനകളെ കൃത്യമായിട്ട് യഹൂദന്മാരുടെ നടുവിൽ തെളിവോടുകൂടി പ്രസംഗിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര്? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കേബിളിന്റെ പറയുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാണ്. ഇവിടെ ദൈവശബ്ദം കേൾക്കുമ്പോൾ അപശബ്ദത്തിന്റെ പുറകെയാണോ പോയത്? അപശബ്ദം കേൾക്കുന്നിടത്ത് കേൾക്കേണ്ട ദൈവശബ്ദത്തിന് മുമ്പിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ തെളിവോടുകൂടി അന്ന് ദേശങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷമായി കടന്നു എന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. ജ്ഞാനത്തിന്റെ തികവുള്ളവൻ, ന്യായപ്രമാണത്തെ കുറിച്ച് തികഞ്ഞ അറിവുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ വ്യക്തി ഹല്ലേലൂയ, സ്തോത്രം, അനേകരോടും സുവിശേഷം അറിയിക്കുവാൻ തീർന്നു. യഹൂദന്മാരുടെ നടുവിൽ സുവിശേഷം അറിയിച്ചു, ജാതികളുടെ നടുവിൽ സുവിശേഷം അറിയിച്ചു. യഹൂദന്മാരില്ലാതെ ന്യായപ്രമാണത്തെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതിരുന്നവരുടെ നടുവിൽ കടത്തിയെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുവാൻ തീർന്നു. അങ്ങനെ അതുപോലെ തന്നെ കൊരിന്ത് എന്ന് പറഞ്ഞ ദേശത്തെ കുറിച്ച് നാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ തെറ്റുകുറ്റങ്ങളും ലോകപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവഭയമില്ലാതെ ദൈവത്തെ അറിയാതെ പോയിരുന്ന കാലഘട്ടത്തിൽ ആ ജനത്തിന് നടുവിൽ ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, തന്റെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് കൊരിന്തിൽ ഒരു സഭ സ്ഥാപിച്ച ആ സഭയോട് ദൈവത്തിന്റെ ദൂതകളെ അറിയിക്കുകയാണ്. ആ ദൂതകളെ അറിയിക്കുമ്പോൾ താൻ വ്യക്തമായി പറയുകയാണ്, ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദൈവം ആരെന്ന് അറിയാതിരുന്ന, ദൈവത്തെ കുറിച്ച് ഒരു അറിവുമില്ലാതിരുന്ന വ്യക്തികളോട് ഹല്ലേലൂയ, സ്തോത്രം, സത്യദൈവത്തിന്റെ ഭാഗത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ഈ സത്യദൈവത്തെ അറിയുവാൻ ഒരു ഭാഗ്യം ലഭിച്ച് അതിന്റെ മുന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ആ ദൈവസന്നിധിയിലേക്ക് മുഴുവൻ മുടക്കി കഴിഞ്ഞപ്പോൾ, ആ ദൈവസഭയോട് ഒരുമിച്ച് ആരാധനയ്ക്കായിട്ട് ദൈവസഭയോട് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ദൂതറിയിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ വരുന്നത് ചുമ്മാതെ വരണ്ട, ആരാധനയ്ക്ക് വരുന്ന ആരും ചുമ്മാതെ വരണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവസഭയിൽ പലപ്പോഴും കാലുകുത്തുന്ന സകല പ്രതീക്ഷകളും മറ്റവരായിരിക്കും ദൈവസഭയിലേക്ക് കാലുകുത്തുന്നത്. എല്ലാ പ്രതീക്ഷകളും ഉള്ളവർ ആർക്കും പ്രാർത്ഥന ആവശ്യമില്ല, ഒരു കൂട്ടായ്മ ആവശ്യമില്ല. ഇന്ന് പലരും ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടെ
കഴിയുമ്പോൾ അവർ ഈ ലോകത്തിലുള്ള ആഡംബരങ്ങളിൽ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. അവർക്ക് ആർക്കും ഈ ദൈവത്തെ വേണ്ട. എന്നാൽ പലപ്പോഴും ബലഹീനത അനുഭവിക്കുന്ന, വീഴ്ചകൾ അനുഭവിക്കുന്ന, താഴ്ചകൾ അനുഭവിക്കുന്ന, ആരോർക്കും വേണ്ടാത്ത വിധത്തിലുള്ള തള്ളപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തെ വേണം. കാരണം അവർക്ക് പലപ്പോഴും സഹായം മനുഷ്യരിൽ നിന്ന് ലഭിക്കാറില്ല. മനുഷ്യരാരും തിരിഞ്ഞു നോക്കാറില്ല. എല്ലാവരും കൈവിടപ്പെട്ടു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്നെങ്കിലും ഒരു വിടുതൽ കിട്ടുമോ, ദൈവത്തിൽ നിന്നെങ്കിലും ഒരു സൗഖ്യം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന നിന്നോട് ദൈവത്തിന് പറയാൻ ഒരു ആലോചനയുണ്ട്. നിനക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്, ഒരു കണ്ണിന് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിട്ട് പോലുമില്ല. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷയറ്റവന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടാൽ സൗഖ്യം അപ്പോഴേ വെളിപ്പെടും, വിടുതലുകൾ അപ്പോഴേ വെളിപ്പെടും. അവന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ ദൈവം മാറ്റും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു ഒരിടത്ത് വന്നാൽ അവന്റെ സ്ഥിതി മാറിയിരിക്കും. യേശു ഒരുവന്റെ വീട്ടിൽ വന്ന് അവന്റെ സ്ഥിതി മാറിയിരിക്കും. യേശുവിനെ നിഴലൊന്ന് അടിച്ചാൽ ഒരുവന്റെ സ്ഥിതി മാറിയിരിക്കും. യേശു ഒന്ന് ഏസി പോയാൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ നിറഞ്ഞ ദൈവകൃപയുള്ള ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവജനത്താൽ കൂടി ആരാധന മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് 2-3 പേരുടെ നടുവിൽ ഞാൻ വരാമെന്ന് അരുളിച്ചിട്ട് ഇറങ്ങി വന്ന് ആ പരിശുദ്ധമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ നീ ഒന്ന് കടന്നു വന്നതിന്റെ കാലത്ത് മുത്താൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് മടങ്ങുമ്പോൾ വെറുതെ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒത്തിരി രോഗികളെ കണ്ടിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ്, ഞങ്ങളുടെ അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തനം സജീവമായിട്ട് പ്രവർത്തനം ആരംഭിച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല മെഡിക്കൽ കോളേജുകളിൽ നിന്നും പല രോഗികളെയും പറഞ്ഞയക്കുന്നത് കണ്ടിട്ടുണ്ട്. പലരും എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പലരും പ്രതീക്ഷകൾ അറ്റവരായി പോയിട്ടുണ്ട്. കാരണം അവർ ഇനി ഇതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒന്നല്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലോ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോ, അവിടെ നോക്കിക്കോ. ഇനി എത്ര നാൾ കാണുമെന്ന് അറിയത്തില്ല. നിങ്ങളോർക്കോ, ഒരു സൈഡിൽ അങ്ങനെ ചിലരെ പറഞ്ഞു വിടും, ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ മോർച്ചറിയുടെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വിടും. അങ്ങനെ പലരെയും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ശവമായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അവരെ ശവമായിട്ട് തിരികെ കൊണ്ടുപോകുന്നത് അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിക്കപ്പെട്ട ശരീരമായിട്ടായിരിക്കും തിരിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ഇവർക്ക് ശ്രദ്ധിച്ചാട്ടെ. ചിലരെ ജീവനോട് ആരോഗ്യത്തോടെ വരുന്നത്, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫെയിലായി പോകും. ആ ഫെയിലായി പോയി കഴിയുമ്പോഴത്തേന് സോറി, ഒറ്റ വാക്ക് സോറി. ഹല്ലേലൂയ. ആ ഫെയിലായി പോകുന്നതിന് മുമ്പേ നമ്മുടെ എഴുതി ഒപ്പിട്ട് മേടിക്കായിരിക്കും. ഫെയിലായി പോയാലും നമുക്ക് പരാതിയോ പരിഭവം ഇല്ലെന്ന്. നമ്മൾ ഒരു പരാതിയും പരിഭവം പറയാതെ നമ്മുടെ ഉറ്റവരുടെ, നമ്മുടെ ഉടയവരുടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആ ചലനമറ്റ ശരീരം കൊണ്ട് മടങ്ങി പോകേണ്ട സാഹചര്യം നമ്മൾ പലപ്പോഴും പലതും കണ്ടിട്ടുള്ളതാണ്. കരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പോയി നോക്കണം. പുറമെ നോക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് ഇവിടെ കുഴപ്പമില്ല. പല ഹോസ്പിറ്റലുകളിലും ഒന്ന് കയറി ഒന്ന് പോയി നോക്കണം. ഹല്ലേലൂയ. ഹോസ്പിറ്റലുകളിലെ ജനത്തിന്റെ തിരക്ക് കാണണം. ഓരോരുത്തരുടെ ക്യൂ കാണണം. മണിക്കൂറുകൾ നിന്നാലാണ് ഒരു OP ടിക്കറ്റ് കിട്ടാൻ പറ്റുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാലോ അതാത് ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേന് ഒരസുഖവും ഇല്ലാത്തവരും തളർന്ന് താഴെ പോകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്നവൻ പോലും അവസാനം തിരിച്ചു വരുമ്പോൾ രോഗിയാണ് ഏതാന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിൽ രണ്ടുപേരും ക്ഷീണിതരായിട്ട് തിരിച്ചു വരേണ്ട സാഹചര്യത്തിലേക്ക് ഹോസ്പിറ്റലിലെ രോഗികൾ ആരുടെ പെരുകിയിരിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, യേശു എവിടൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ, യേശുവിന്റെ നാമം എവിടൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെല്ലാം ദൈവിക വിടുതലുകൾ നടന്നിട്ടുണ്ട്. നീ ചിലപ്പോൾ നീ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നീ ചിന്തിക്കുന്നത്, അപ്രതീക്ഷിതമായിട്ടായിരിക്കും നീ വന്നു കയറുന്നത്. പക്ഷെ എനിക്കറിയാം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നിന്റെ സൗഖ്യം അവിടെ വെളിപ്പെടും. യേശുവിന്റെ മഹത്വം നിന്റെ നടുവിൽ ഇറങ്ങി കഴിഞ്ഞാൽ നീ സൗഖ്യത്തോടെ മടങ്ങത്തുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അനുഭവിച്ച കാര്യമാണ്. പക്ഷെ ഞാൻ ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചു. പ്രാർത്ഥനയുടെ വിഷയം വിദേശത്തുള്ള ഒരു സഹോദരനെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ അമ്മച്ചി അവിടെ ഉണ്ട്, അവിടെ പോയി ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും. എന്താണ് വിഷയം? അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ.
അപ്പൊ അമ്മച്ചിക്ക് നാപ്പാടെ വല്ലാത്ത പ്രയാസമാണ്. എന്താണെന്ന് അറിയത്തില്ല. പലതും പറയുന്നു, ഉച്ചുമ്പേ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലാതെ പോകുന്നു. അപ്പൊ അവിടെ പോയി പാസ്റ്ററിന്റെ കൂടെയുള്ള ദൈവദാസനും കൂടെ കൂട്ടിപ്പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അമ്മച്ചിയുടെ വീട്ടിലൊന്ന് പോയായിരുന്നു. ആ വീട്ടിൽ ഞാൻ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ വീട് മുഴുവൻ ആ പഠനം വല്ലാത്ത ഗതിയിൽ കിടക്കുക. ഈ മഴക്കാലത്തിന് മുമ്പേ അതൊന്ന് പണിത് കൊടുക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സഭയില്, നമ്മുടെ അടുത്തൊരു സഭയില് നല്ലതായിട്ട് കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരനെ കുട്ടി ആ വീടൊക്കെ നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അതൊന്ന് പണിത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അന്ന് അതൊരു പ്രേതാലയം പോലെ അടുത്ത് കിടന്നത്. ഇവൻ പണിത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി തെളിച്ചും മട്ടവും ഒക്കെ വന്നു നല്ല രീതിയിൽ പണിതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം വിദേശത്താണ് മകൻ, അമ്മ മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ പാർക്കണം, നല്ല വീടാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. ഞാൻ ഓർത്തു വീട് പണി കഴിഞ്ഞു, എല്ലാം നല്ല രീതിയിലാക്കി, എല്ലാ സംഭവം കഴിഞ്ഞിട്ട് എന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടില്ല, ഒന്നും ഇല്ല. പക്ഷെ പണിയുന്നതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരിക്കാൻ വേണ്ടി ഉപദേശി വേണമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കാര്യങ്ങൾക്കൊന്നും ഉപദേശി വേണ്ട. അപ്പൊ ഞാൻ ഓർത്തത്. പക്ഷെ അമ്മച്ചിക്ക് പ്രയാസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനെ ആ വിവരം മാറിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഒന്ന് പ്രാർത്ഥന നടത്തുമ്പോൾ പാസ്റ്റർ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് പോകത്തില്ല. വിദേശത്തുള്ള പാവപ്പെട്ട ദൈവമക്കളുടെ വിളിയും കോളും പിന്നെ കയ്യിലെ കീശയിലെ കാശും ഒക്കെ കണ്ടിട്ട് പോകുന്ന പാസ്റ്റർമാർ ഒത്തിരി പേരുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്താൻ പറ്റത്തില്ല, ഞാൻ ബോധവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ വിളിച്ചു പറഞ്ഞ് ഞാൻ ചിലപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയാൽ എനിക്ക് ചിലപ്പം അവർ വേണമെങ്കിൽ ഒരു ദശാംശമോ ഒരു സ്വോത്ര കാഴ്ചയോ എന്നാണെങ്കിലും തരുമായിരിക്കും. സ്വോത്ര കാഴ്ച നോക്കിക്കൊണ്ടോ ദശാംശം നോക്കിക്കൊണ്ടോ ജീവിക്കുന്ന ഉപദേശി അല്ല ഈ ഉപദേശി മാത്രമല്ല, അനേക ദൈവദാസന്മാരും അങ്ങനെ ഉണ്ട്. ഇത് ജീവന്റെ മാർഗമാണ്. ഇതിൽ നിന്ന് അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കേണ്ട മാർഗമാണ്. ഇത് ജീവിക്കാനുള്ള മാർഗമല്ല, ഇത് എടുത്തോണ്ട് ജീവിക്കാൻ പോകുന്ന മാർഗമല്ല. ഞാൻ യൂട്യൂബിൽ വിടുന്നുണ്ടോ? നീ ഇത് ഉണ്ടോ? നീ കട്ട് ചെയ്യണ്ട, വിട്ടോ. ഇത് ജീവന്റെ മാർഗമാണ്. ഇത് ജീവിക്കാനുള്ള മാർഗം നോക്കി മാറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വീട്ടിലൊരു പ്രാർത്ഥന നടത്തുവാണെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥന നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന നടത്തിക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവർ ഏറ്റവും സഡനായിട്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അവരെ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്. ഞാൻ എൻ്റെ അടുത്ത ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങളെ വിളിച്ചു. അവന്മാർ തീ പോലെ അവന്മാരാണെങ്കിൽ വന്നോളൂ. അവന്മാരുടെ ആരാധന ഭയങ്കര സന്തോഷമാണ്. തമ്പേറൊക്കെ അടിച്ച് നല്ല ആരാധനയാണ്. പഴയ സൈഡ് റൂമൊക്കെ അടിച്ച് നല്ല ആരാധനയാണ്. അപ്പൊ ആ ആരാധന ഞാൻ ആ സഹോദരന്മാരെ കൂടെ വിളിച്ചു. വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളേ. തോട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയും കൂടെ വന്നു, 2 അമ്മച്ചിമാർ. ഇന്ന് കേരളത്തിന്റെ ഗതി ഇതാ, പല വീടുകളിലും അമ്മച്ചിമാര് മാത്രമേ ഉള്ളൂ. വേണേ ചില അപ്പച്ചന്മാരും കാണും, 2 നില വീടും കാണും, 5-8 മുറിയും കാണും, എല്ലാം കാണും. അതിന്റെ മൂല ഒന്ന് പോയി തുടയ്ക്കാനോ തൂക്കാനോ പോലും ആ പാവങ്ങൾക്ക് പറ്റത്തില്ല. മക്കളെല്ലാം അയർലൻഡിലായിരിക്കും, ഇംഗ്ലണ്ടിലായിരിക്കും. അതൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെല്ലാം ദൈവം വിടട്ടെ. ഈ പുസ്തകത്തിന്റെ മാത്രമാട്ടോ മക്കളെല്ലാം ഇന്ന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ ആയിരിക്കുന്നത്. എന്തായാലും അമ്മച്ചി മറ്റേ അനീഷ് കാവാനം പാസ് പ്രസംഗിച്ച പോലെ ഹല്ലേലൂയ സ്തോത്രം. അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു അല്ലേ. ഒരു മോനെ അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും ഇവിടെ അവസാനം ഹല്ലേലൂയ സ്തോത്രം ഇവിടെ കിടന്ന് വായു വലിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ ആരുമില്ല. തള്ള അന്നേരമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഓർമ്മ കൂടെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും വന്നു. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹത്തിന് ഒരു പ്രസംഗ സരസമായ നല്ല ഒരു പ്രസംഗമാണ്. സത്യം പറഞ്ഞാൽ അതിനകത്ത് കാര്യമുള്ള കാര്യം തന്നെ. കരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ അമ്മച്ചെടുക്കലേക്ക് ചെന്നു. അമ്മച്ചെടുക്ക പ്രാർത്ഥനയ്ക്ക് എൻ്റെ ഒരു ടാറ്റാ സൂമയുണ്ട്. ടാറ്റാ സൂമയിലാണ് എൻ്റെ പോക്ക്. ഈ ടാറ്റാ സൂമയ്ക്ക് ഇച്ചിരി സൗണ്ട് കൂടുതലാണ്. അത് കേൾക്കുമ്പോഴേ അറിയാം, വണ്ടി വരുമ്പോഴേ അറിയാം ഉപദേശി അവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ടാറ്റാ സൂമയുടെ മുമ്പിൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് സേവ്സ് ഹീൽസ് യു എന്ന് പറഞ്ഞുകൊണ്ടൊരു വചനമൊക്കെ നല്ല വലിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം എന്നെ ഈ ചുമല വണ്ടി, ഈ ജീസസ് ക്രൈസ്റ്റ് എഴുതിയിരിക്കുന്ന വണ്ടി എവിടെ വന്നാലും അറിയാം ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. എന്താണെങ്കിലും ആ അമ്മച്ചി അവിടെ എല്ലാ ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുണ്ട്. ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുടെ മകൻ ആ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ്, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവന് ആദ്യമായിട്ടാണ് ഈ വീട്ടിലോട്ട് കയറി വന്നേക്കുന്നത്. എന്തിനാ വന്നേന്നറിയോ? നാളെ മെഡിക്കൽ കോളേജിൽ പോകണം. ഭയങ്കര കലശലായ നെഞ്ചുവേദന, യാതൊരു മാർഗവുമില്ല.
നെഞ്ചുവേദന സഹിക്കാൻ മേല. പിതാവിന്റെ കയ്യിൽ നിന്ന് പൈസ എല്ലാം മേടിച്ച് നാളെ പോകേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെളുപ്പിനെ പോകാൻ വേണ്ടി ക്രമീകരിച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് അമ്മയോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ അമ്മ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക. അമ്മയാണെങ്കിൽ ബന്ധക്കോസുകാരി അല്ലെന്ന് ഓർക്കണം. ആദ്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അവിടെ വരുന്നത് ഈ പോയ വീട്ടുകാരെ അമ്മച്ചിയും ബന്ധക്കോസുകാരിയല്ല. അവിടെയാണ് നമ്മൾ പ്രാർത്ഥന നടത്താൻ പോകുന്നത്. ബന്ധക്കോസുകാർ ഒറ്റ പോകല്ലേ നമ്പരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് ചെല്ലുവോ, എല്ലാം കൂടെ ചെല്ലുക. ഇവിടെ ചെല്ലുന്ന കാണുമ്പോഴേ ഒരുമാതിരിപ്പെട്ടവർക്ക് ഈ ഒരു വെപ്രാളം അവിടെ ബന്ധക്കോസുകാർ വരുന്നതാണ്. അയ്യോ ഇവന്മാർ വന്നാൽ കപ്പയും മീനും അതും ഇതും എല്ലാം എന്നൊക്കെ ഉണ്ടാക്കണമെന്ന്. സ്തോത്രം. ഒത്തിരി പേർക്ക് ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കപ്പയും മീനും ഒക്കെ തിന്നാൻ ദഹിക്കും. ഇപ്പൊ ഒരുത്തരും കപ്പയും മീനും തിന്നാൻ ദഹിക്കത്തില്ലല്ലോ. ആരും എന്നാ ദഹിക്കാതെ ആരോഗ്യസ്വതന്ത്രം എല്ലാത്തിനും ഷുഗറും പ്രഷറും അതും ഇതും ഇല്ലാത്ത ഒന്നുമില്ല. കപ്പയുടെ വിലയാണ് കൂടിപ്പോവുകയും ചെയ്തു. നേരത്തെ പറഞ്ഞാൽ എന്നാണെങ്കിലും പെന്തക്കോസുകാരനെ കപ്പയുടെ മീൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുകയും ചെയ്ത് ഇപ്പൊ 1 കിലോ മത്തി മേടിക്കണം 150 രൂപ കൂടെ എണ്ണി കൊടുക്കണം. കപ്പ മേടിക്കണം 50 രൂപ കൊടുക്കണം. 2 കിലോ കപ്പയ്ക്ക് 100 രൂപ. പണ്ട് 8 രൂപയ്ക്ക് 7 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ആരോഗ്യസ്വതന്ത്രം. അതെല്ലാം നിൽക്കട്ടെ. എന്താണേലും ഞങ്ങളെ കാണുമ്പോൾ വെപ്രാളം തല്ലുമെന്നൊക്കെ ഓർത്താ ഇരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തോ കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു പ്രാർത്ഥിക്കുന്ന ആന്റി ആദ്യമേ അവിടെ ചെന്നായിരുന്നു. ഇവന്റെ ഈ വെപ്രാളവും ഇവന്റെ ശരീരത്തിന്റെ ഈ ഭാഷയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആന്റി പറഞ്ഞു, പാസ്റ്റർ ഇപ്പം വരുമായിരിക്കും, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പാസ്റ്റർ കേട്ടപ്പോഴേ അവന് വല്ലാതെ അയ്യോ പുള്ളി വരുന്നതിന് മുന്നേ പോകണമെന്നുള്ള രീതിയിൽ പുള്ളി ചാടിച്ചാടി നിൽക്കുക. ചാടിച്ചാടി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ടാറ്റാസുമായിട്ട് ചാടിച്ചാടി അങ്ങോട്ട് ചെല്ലുന്നത്. കടകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ ടാറ്റാസുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് തിരിച്ചിട്ട് പോയി ഇവൻ നേരെ അടുക്കള വാതിൽ ചാടി ഓടാൻ വേണ്ടിയിട്ട് അടുക്കളയുടെ അങ്ങോട്ട് നോക്കിയപ്പം നേരെ അടുക്കള വാതിൽ പുറമെ കുറ്റിയിട്ടിരിക്കുകയാണ്. ചാടിപ്പോകാൻ പറ്റിയില്ല. അവൻ അവിടുന്ന് വെപ്രാളം തന്നെ ഇങ്ങനെ വരിക. ഒരു പ്ലെയറൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. ആ പ്ലെയറെ പിടിച്ചോണ്ട് വരുമ്പോഴാണ് ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെന്നത്. എന്നെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ വെപ്രാളത്തിന് നോക്കി. അന്നേരം ഞാൻ ചോദിച്ചെന്നാ ഞാനിവിടുത്തെ അവിടുത്തെ പുതിയ വീട് ഈ ഇടയ്ക്ക് പണിതേ ഉള്ളൂ. ഇവിടുത്തെ വയറിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞതല്ലേ, എല്ലാ ലൈറ്റും കത്തുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഇവൻ ഈ പ്ലെയറെ പിടിച്ചോണ്ട് വരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത ഇലക്ട്രീഷ്യൻ കണ്ടു വന്നേക്കോ എന്നാ ഞാൻ ഓർത്തത്. ഞാൻ ചോദിച്ചത് കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പ്ലെയർ ഇരിക്കുക. ഞാൻ ചോദിച്ചത് എന്നാ പ്ലെയർ? അത് ഈ പ്ലെയർ പിടിച്ചില്ലെങ്കിൽ എന്റെ കൈക്ക് വിറയല, ഞാൻ മൊത്തത്തിൽ വിറയ്ക്കും. അതുകൊണ്ട് ഇരുമ്പ് ഒന്ന് കൈ പിടിച്ചാൽ കൊള്ളാം. യേശുവിന്റെ നാമത്തിൽ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ആ പ്ലെയർ ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഇവിടെ എനിക്ക് ഒരു വിറയിലും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു. ഇവിടെ ഇരിക്കാൻ ഒരു തോർത്തും കൊണ്ടാണ് ആ മനുഷ്യൻ വന്നത്. 7:15 ഇപ്പൊ പ്രാർത്ഥന തുടങ്ങി. 9:15 പ്രാർത്ഥന തീരുന്നത്. 7:15 മുതൽ 9:15 വരെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചും ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് തോറാതെ ആ തോർത്ത് മുഴുവൻ കണ്ണുനീര് കൊണ്ട് നിറയെ വന്നതുകൊണ്ട് അവിടെ ആയി തീർന്നു. കരിന്തിരിയിലുള്ള ബെന്നി എന്ന് പറഞ്ഞ പ്രിയ മകന്റെ മേൽ അവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വന്നത് അവരുടെ പിറ്റേ ദിവസത്തേക്ക് മെഡിക്കൽ കോളേജിൽ പോകുവാനുള്ള കാശും അനുവാദവും ചോദിക്കാൻ വേണ്ടി തന്നെ മാതാവിനെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ ചെന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടയിലേക്ക് അവൻ പെട്ടുപോയത്. അവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞപ്പോൾ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നവൻ പ്ലെയർ കൈ വിറയലിന് വേണ്ടിയിട്ട് വിറയ്ക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ പ്ലെയർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ അല്ലെ അവന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാന്ന് പറയുന്നത്. ബെന്നി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ കരയാൻ തുടങ്ങിയ മനുഷ്യൻ, ഞാൻ പറയട്ടെ, തോർത്ത് പിഴിഞ്ഞാൽ കണ്ണുനീര് വരും. ആ രീതിയിൽ കരയാൻ തുടങ്ങി. 9:15 വരെ അവൻ കരഞ്ഞതിന് ശേഷം ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ 2 വിരൽ കൊണ്ട് അവൻ ആ വെള്ളം ഇങ്ങനെ മേടിച്ച് പിടിച്ചിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളം ഗ്ലാസിനെ നോക്കുന്നു, എന്നെ നോക്കുന്നു, ഗ്ലാസ് നോക്കുന്നു, എന്നെ നോക്കുന്നു. ഞാനോർത്ത് ഇനിയിപ്പോ വേറെ വല്ല കുഴപ്പമായി പോയോ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊടുത്തത് എന്നാ സംഭവിച്ചത്, എന്നെ വേറെ വല്ല കുഴപ്പമായി പോയി, എനിക്കൊരു അന്താളിപ്പ്. അവനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറയാം, പാസ്റ്റർ ഞാൻ വർഷങ്ങളായി 2 വിരളെ എന്റെ ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് എന്റെ അമ്മ എന്റെ ചുണ്ടത്തേക്ക് വെള്ളം കൊണ്ട് വെച്ചാൽ മാത്രമേ എനിക്ക് കുടിക്കത്തുള്ളൂ. എന്റെ കൈയും കാലും എല്ലാം വിറയ്ക്കുമായിരുന്നു. തലേ ആഴ്ച പാഷൻ പ്ലസ് എന്ന് പറഞ്ഞ ബൈക്ക് വെറും 2500 രൂപയ്ക്ക് ആക്രിക്കാരൻ്റെ അടുത്ത് കൊടുത്തിട്ട് അതിനും വെള്ളമടിച്ച് മദ്യത്തിന് പൂർണ്ണ അഡിക്റ്റ് ആയ വ്യക്തി, വെള്ളമടിച്ചില്ലെങ്കിൽ വിറയ്ക്കുന്ന വ്യക്തി, ഫുള്ളായിട്ട് എപ്പോഴും ശരീരം ആസകലം അങ്ങനെ ഇങ്ങനെ കൊലച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നെഞ്ചിന്റെ വേദനയാലാവും വന്നതാ. പക്ഷെ 9:15 ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അവിടെ തീർന്നപ്പോ അവന്റെ മേലുള്ള എല്ലാ ഭാരവനെ വിട്ടുമാറി, അവന്റെ എല്ലാ വിറയന്മാരെ വിട്ടുമാറി, അല്ലെ അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി മാറി.
പാർട്ടിയാണ്. ഇപ്പൊ എന്റെ കൂടെ എവിടെ കൈകൊട്ടാനുണ്ടോ, എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ വരും. അമ്മ വന്ന് കെട്ടിപ്പിടിച്ചില്ല കഴിഞ്ഞ ദിവസം പറയാം, ഭാഷ എവിടെ പോയാലും അവിടെ കൊണ്ടുപോയിക്കണത്. സത്യം പറയാം, ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇരിക്കായിരുന്നു. സ്വത്രം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കായിരുന്നു. അന്നേരം അവന് ദൈവം വഴി തുറന്നൊരു ജോലി കിട്ടി. ആ ജോലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ, മക്കളെ നീ ആ ജോലി കിട്ടിയതല്ലേ, വിഭജന മാർഗമല്ല, നീ അത് കളയണ്ട എന്ന് പറയുന്ന അവനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം വേറൊന്നുമല്ല, യേശു എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. യേശു ഉള്ളവൻ നിന്റെ അടുക്കൽ കൂടെ പോയാലും നിനക്ക് സൗഖ്യം. ഹല്ലേലൂയ. ഇവിടെ നിസ്സാര സ്ഥലത്തല്ല നിങ്ങൾ കാല് കുത്തിയിരിക്കുന്നത്. ഇവിടെ നിസ്സാര സ്ഥലത്തല്ല നിങ്ങൾ കാല് കുത്തിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ബന്ധക്കോസ് ആരാധനയ്ക്ക് വരുന്ന പലരും പല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. കർത്താവിന് അങ്ങനെയുള്ളവരെ ആഗ്രഹമുള്ളൂ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത്, ബൈബിളിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ദരിദ്രന്മാരുടെ ഇടയിൽ ദൈവരാജ്യത്തെ പ്രസംഗിക്കാൻ യേശു വന്നത്. ഇവിടുത്തെ പണക്കാരനെ വലിയ പുള്ളികളെ നോക്കാനും അവന്റെ അലമാരിയിലെ അവന്റെ ലോക്കറിലെ പൈസയുടെ എണ്ണം നോക്കാനല്ല കർത്താവ് വന്നത്. വിധവയുടെ കയ്യിൽ 2 ജാലി വെള്ളിക്കാശ് ഉള്ളെങ്കിലും അവളുടെ ഹൃദയം പറഞ്ഞ് അവളെ അനുഗ്രഹിക്കാനാ കർത്താവ് വന്നത്. അങ്ങനെയെങ്കിൽ എന്റെ നടുവിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളോട് ഇന്ന് രാത്രിക്കാലം, ഇന്ന് പൽക്കാലം ഞാൻ എനിക്ക് പരിശുദ്ധാത്മാവിൽ പറയുവാനൊരു കാര്യമുണ്ട്. നീ ഏത് പ്രതീക്ഷയാണോ ഇവിടെ വന്നിരിക്കുന്നത്, നിന്റെ പ്രതീക്ഷകളുടെ മേൽ പുതിയ ചിറകുകളെ ജീവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ അതിശയകരവും അത്ഭുതകരമായി നടത്തുവാൻ. ഇത് വെറുതെ പറഞ്ഞതല്ല, അനുഭവത്തിൽ എന്ന് പറഞ്ഞതോ. ദൈവം അനുഗ്രഹിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടുണ്ടോ, ഒരു ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം, കാലം, ടൈം, പാരമ്പര്യം, ഈ സംഭവം ഒന്നും നോക്കത്തില്ല. ദൈവത്തിന് ഒരു തന്നെ വിടിവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷണത്തിലാണ്. അതൊരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തയ്ക്ക് പോലും അതീതമായിരിക്കും. സ്തോത്രം. ചിലപ്പോൾ മനുഷ്യരുടെ കണക്കൂട്ടലുകൾക്ക് അതീതമായിരിക്കും. ചില നിയമങ്ങൾക്ക് പോലും അതിനെ അടക്കി വെക്കാൻ കഴിയത്തില്ലായിരിക്കും. അതിന് മേലെയായിരിക്കും ദൈവപ്രവൃത്തി. അന്ന് വരെയും ശബത്തിൽ ഒന്നും ചെയ്യുന്നത് പലരും കണ്ടിട്ടില്ല, പലരും കേട്ടിട്ടില്ല. ശബത്തിനെ ലംഘിക്കുന്ന ഒരു കുറ്റകരമായിട്ട് ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരുടെ നടുവിൽ ഒരു ചട്ടവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം, എന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നടന്ന കാര്യം നമുക്ക് കാണാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതൊരു സമയത്ത് തമിഴ് വായിച്ചാട്ടെ. യേശു യെരുശലേമിലേക്ക് പോവുകയാണ്. വായിച്ചോ. എബ്രായ ഭാഷയിൽ ബെഥസ്ത എന്ന് പറഞ്ഞ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു അവിടെ. ആമേൻ. 5 മണ്ഡപമുള്ള എബ്രായ പേരിൽ ആട്ടുവാതിൽക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ചേർന്നായിട്ടുള്ള ഒരു കുളമുണ്ട്. ബെഥസ്ത എന്ന് പറഞ്ഞ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ അവിടേക്ക് പോവുകയാണ് യേശു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്നാണെന്നറിയോ? ഇതൊരു പള്ളിയല്ല, പള്ളിയോടാണോ ചെല്ലുന്നത്? ഇത് ആരാധന നടത്തുന്നിടത്തോടാണോ പോകുന്നത്? യേശു അങ്ങോട്ടാണോ പോകുന്നത്? അല്ലതേ, പള്ളിയിലോട്ടല്ല പോയത്. ഇപ്പൊ പലയിടത്തും ഭയങ്കര നിറക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ചെന്നാലേ വിടുതലുള്ളതാ പറയുന്നത്. അവിടെ ചെന്നാലല്ല വിടുതൽ കേട്ടോ. നീ ഇരിക്കുന്നിടത്ത് യേശു വരുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. പലരും അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നടത്ത് പോയാലേ വിടുതലുള്ളത്. മണിക്കൂറുകൾ സമയം ചെലവഴിച്ച് വണ്ടിക്കൂലിയിൽ മുടക്കി ബസ്സിൽ കയറി ട്രെയിനിൽ കയറി ഒക്കെ പോവാ നമ്മൾ. എന്തിനു വേണ്ടി? അവിടെ ചെന്ന വിടുതലുണ്ടെന്ന് പറഞ്ഞോണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ സമൂഹത്തിനുണ്ടെന്നേ സ്പെഷ്യൽ സർവീസുകൾ വരെ അയക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അവിടെ ചെന്ന വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ.
നീ ഇരിക്കുന്ന എവിടെയാണേലും, നീ കിടക്കുന്ന എവിടെയാണേലും, നിന്റെ അവസ്ഥ എവിടെയാണേലും, അവിടെ യേശു വന്ന വിടുതലുണ്ട്. അവിടെ യേശു വന്നതിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ഇത് യേശു പോവുകയാണ്. എവിടെ? ഹല്ലേലൂയ. യെരുശലേമിൽ ഒരു പെരുന്നാളിന് ഹല്ലേലൂയ പോവുകയാണ്. എബ്രായ പേരുള്ള ബെഥസ്ദ എന്ന് പറഞ്ഞ ഒരു കുളമുണ്ട്. ഹല്ലേലൂയ. ആട്ടുവാതുക്കൽ 5 മണ്ഡപങ്ങളോട് കൂടിയ അങ്ങോട്ട് പോകുന്നതായിട്ടുള്ള ആ കുളത്തിനടുക്കിലേക്ക് ചെല്ലുമ്പോ വായിച്ചിട്ടുണ്ട്. അവകളിൽ എന്നെല്ലാം പിടിച്ചവരുണ്ട്. കുരുടർ നിൽക്കുക. എന്റെ മുന്നേ അവിടെ ഇല്ലാത്ത ആരുമില്ല വാസ്തവം. ഇന്ന് ആരുമില്ലെന്ന്. അവിടെ അനേക വ്യാധികളുള്ളവരുണ്ടെന്ന്. ഇന്ന് രാവിലെ എന്നെ കർത്താവിന്റെ അഭിഷേകത്തിന്റെ കുഞ്ഞുങ്ങൾ എന്നെ മിടുക്കന്മാരാണ്. പ്രത്യേകിച്ച് വഴിയൊക്കെ കൃത്യകൃത്യ പറഞ്ഞിരുന്നേ. അങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ട്, പേര് ജിമ്മ. ആ ഹോസ്പിറ്റലായി സ്വന്തം. ആ ഹോസ്പിറ്റലില് ഒത്തിരി സ്റ്റാഫ് ഉണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെ ഒത്തിരി രോഗികളുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇന്നൊരു അവിടുന്ന് തിരിയണമെന്ന് പറഞ്ഞു ദൈവാസൻ. ഞാൻ ചോദിച്ചു എവിടുന്ന്? അത് ഡെന്റൽ കോളേജ്. ആ ഡെന്റൽ കോളേജിന്റെ അതിലേക്കൂടെ തിരിയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പല്ല് പോയവരും അല്ലേ, നമ്മള് സാധാ ഭാഷ പല്ലും മറട്ടയൊന്നുമില്ല അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പൊ പല്ല് പോയവരും ഡെന്റൽ വിഭാഗമുണ്ട്. പിന്നെ എന്നാക്കെ വിഭാഗമുണ്ട് അല്ലെ. ഓരോ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോയി. എന്റെ മോനെ ആന്റി, ഈ കണ്ണിന്റെ വിഭാഗം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയോളജി എന്ന് പറഞ്ഞു. അയോളജി ഒന്നും അല്ലേ, അല്ലേ, ഒപ്തോൾമോളജി. ഒരു മുഴ പറഞ്ഞാലോ മൊഴോളജിയിലോട്ടല്ല നമ്മളെ വിടുന്ന, ഓങ്കോളജിയിലോട്ട് പൊക്കോളാൻ പറയും അല്ലേ. അവന് ഓങ്ങി ഒരു പോക്കുണ്ട്. ഈ മുഴ കേട്ട് കഴിയുമ്പോ ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു പോക്കുണ്ട്. അപ്പൊ ഒത്തിരി ഓളജികളുണ്ട് ഈ ആശുപത്രിയിൽ. അങ്ങനെ ഒത്തിരി ഓളജികളുണ്ട്, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ ചെന്ന് അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ യേശു അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുരുടരുണ്ട് അല്ലേ, മുടന്തന്മാരുണ്ട്, പല രോഗികളും, നാനാ വ്യാധികളും പിടിച്ചവർ എവിടെ കിടക്കുകയെന്നറിയോ? കുളത്തിന് ചുറ്റും കിടക്കുക. സത്യം പറഞ്ഞ പാസ്റ്ററെ, അതിന് എബ്രായ ഭാഷയിൽ ബെഥസ്ദ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരി ഭാഷയിൽ ജിമ്മ എന്ന് പറയേണ്ട അല്ല ഒരു പേരില് അറിയപ്പെടുന്ന ജിമ്മ കുളം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം എല്ലാ രോഗികളും അവിടെ കിടക്കുക. പക്ഷെ ഒറ്റ കാര്യം, അവര് കിടക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു ദൂതം വരും, കുളം ഒന്ന് കലക്കുന്ന സമയത്ത് ആദ്യം ആരാണോ അത് ചാടുന്നത് അവൻ വിടുതൽ പ്രാപിക്കും. കിടക്കുന്നത് ഒത്തിരി പേര്. എത്ര ആണെന്ന് എണ്ണ വേണ്ടിയിട്ടില്ല. എണ്ണ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒത്തിരി പേര് കിടക്കുന്നുണ്ട്. കിടക്കുന്ന കാലമോ കിടക്കുന്ന കാലം ചിലർ വന്നിട്ട് ഒരാഴ്ചയായതുള്ളൂ. ചിലരോട് ചോദിച്ചാലോ മാസങ്ങളായി. ഹല്ലേലൂയ. എന്റെ മകൻ ഐസിയുയിൽ കിടക്കുമ്പോൾ, മെഡിക്കൽ കോളേജിന്റെ ഐസിയുയിൽ കിടക്കുമ്പോൾ, അവന്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന കുഞ്ഞ്, കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന കുഞ്ഞ് 9 വർഷമായി നടന്നിട്ടില്ല. ചുരുണ്ടിങ്ങനെ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ വഴിയില്ല, ചുരുണ്ട് കിടക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവൻ ഐസിയുയിൽ കിടക്കുമ്പോൾ അവന്റെ കൂടെ കിടക്കുന്ന കുഞ്ഞ് എഴുന്നേൽക്കത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ആ ബെഡിന് ഇച്ചിരി സ്ഥലമുണ്ട്. ആ ബെഡിൽ അവന്റെ അമ്മ, അവളെ ഗർഭിണിയാണ്. എന്നാൽ ഇവന്റെ ഇളയ ഒരു കൊച്ചുകൂടുണ്ട്. ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. നീണ്ട വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുക. ഈ കുഞ്ഞിന്റെ ചികിത്സക്കായിട്ട് കിടക്കുക, കോട്ട ഐസിച്ച് കിടക്കുക. 5 പൈസ കയ്യിലില്ല. അവരുടെ ആഹാരം എവിടുന്നറിയാൻ വേണ്ടി ഈ നവജീവൻ പോലുള്ള സംരംഭങ്ങളുണ്ട്. അവർ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ആഹാരം മേടിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. കൂലിക്ക് പൈസയില്ല, ഇവർക്ക് ജോലിയില്ല. അപ്പൻ താഴെ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്ന വെച്ചാൽ ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഒരു ബെഡ്ഷീറ്റ് പോലൊരു സംഭവം അവിടെ കിടക്കുന്നത്. ഇവിടെയുള്ള ഡോക്ടർമാർ ഈ മനുഷ്യന് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെയുള്ള പൂന്തോട്ടങ്ങൾ റെഡിയാക്കാനും ഓരോ ഡോക്ടർമാരുടെ വീട്ടിൽ തേങ്ങ ഇടാനും ഒക്കെ ഇത് കൊടുക്കും, അങ്ങനത്തെ പൈസ കൊടുക്കും. ഇവൻ എന്ത് ചെയ്യും? ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവൻ ഈ പൈസ മേടിച്ചിട്ട് വൈകിട്ട് കള്ളടിച്ചിട്ട് വീണ്ടും വന്ന് ചുരുണ്ട് ഇങ്ങനെ ഇവൻ കിടക്കും. ഇവൻ കള്ളടിച്ച് ചുരുണ്ട് താഴെ കിടക്കും, മറ്റേ കുഞ്ഞ് ജീവന് വേണ്ടി മോളിൽ കിടക്കും. ഒരു ദിവസം ഞാൻ നോക്കി നിൽക്കുകയല്ലേ ദൈവാസനെ, ഞാൻ നോക്കി നിൽക്കുക. എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഇവനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിറയല് പോലെ. ഞാൻ വന്നപ്പോൾ ഒരു ഡോക്ടർ ഓടി വന്നു.
അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ രണ്ടാമത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാനില്ല ആന്റി. ഉടനെ അവിടുത്തെ സീനിയേഴ്സ് PG പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ കുഞ്ഞിന് നല്ലൊരു ഉടുപ്പ് മേടിച്ചു കൊടുത്തു. ഇതിന്റെ ഓടിക്കളി എന്നും കാണുന്നതല്ലേ. ഇതിന് ഉടുപ്പൊക്കെ മേടിച്ചു കൊടുത്തു. ഈ നിറഗർഭിണിയായ ഈ സഹോദരി ആ കുഞ്ഞിന് നല്ല കണ്ണൊക്കെ എഴുതി പുട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരുക്കി ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് മക്കൾ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ ചേട്ടായുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് അമ്മ പോയിട്ട് നല്ല ഉറക്കി കിടത്തിയിട്ട് എന്തിനു പോകുന്ന താഴെ പോയി ചോറ് മേടിക്കാൻ പോയി ക്യൂവിൽ നിൽക്കുക. അത്രയും ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിന് പെട്ടെന്ന് ഇങ്ങനെ വിരലുണ്ടായത്. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന PGയിലുള്ള ആ ഡോക്ടർ ഓടി വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് താഴോട്ടോടി മെയിൻ ഐസിയിലോട്ട് ഞാൻ ഓടുകയാണ്. കൂടെ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ച് ആ കുഞ്ഞ് മരിക്കുമെന്ന കോട്ടയത്തിലാണ്. ആ കുഞ്ഞ് മരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ആ കുഞ്ഞ് മരിച്ചപ്പോ കുഞ്ഞിനെ ആരാന്ന് എനിക്കറിയത്തില്ല, ഏത് വിഭാഗക്കാരനാണ്. പിന്നീട് ഞാൻ അറിഞ്ഞൊരു മുസ്ലിം സഹോദരൻ. ആ കുഞ്ഞിനെ അവരുടെ ചട്ടപ്രകാരം അതിനെ ഒന്ന് ചുറ്റി കെട്ടുവാൻ, കുഞ്ഞിന്റെ ഡെഡ് ബോഡി, ആ 9 വയസ്സുള്ള കുഞ്ഞിന്റെ ഡെഡ് ബോഡി ഒന്ന് പൊതിയുവാൻ തുണി മേടിക്കാൻ അവരുടെ കാശില്ലായിരുന്നു. ആ കുഞ്ഞിനെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവരുടെ കാശില്ലായിരുന്നു. ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഏതാ? മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ പുറകെ കൊണ്ട് സ്വന്തം കുടുംബത്തെ കുഞ്ഞുങ്ങളെ നോക്കാൻ മേലാതെ ആശുപത്രി കൊണ്ട് തള്ളിക്കഴിഞ്ഞിട്ട് അത് മരിച്ചിട്ട് അതിന് നടക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നടുത്തളത്തി വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, നിങ്ങളും സഹായിക്കുകയാണെങ്കിൽ. എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുകയെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ പല അസുഖമായിട്ട് കിടക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ മനസ്സുണ്ടെങ്കിൽ പൈസ തരികയാണെങ്കിൽ ഈ കുഞ്ഞിന് ശവസംസ്കാരത്തിനുള്ള തുണിയും മേടിച്ചു കൊടുത്ത് ഈ കുഞ്ഞിനെ നല്ലൊരു ആംബുലൻസ് കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അതിനെ അടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒത്തിരി സഹോദരന്മാരാണ്. 10 രൂപ 20 രൂപ 500 രൂപ ഇതെല്ലാം മേടിച്ച് ഞാൻ സേവാഭാരതി നമ്മുടെ സേവനാലയത്തിൽ അബ്രഹാം എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു, CSI കാരൻ, എന്റെ അനിയന്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തെ വിളിച്ചു, ആ ആംബുലൻസ് ഒന്ന് വിട്ടുതരാം. അന്നേരം അദ്ദേഹം ആംബുലൻസ് ഓട്ടം പോയിരിക്കുക, പൂപ്പാറയ്ക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ സേവാഭാരതി ആംബുലൻസ് വിളിച്ചു തരാം, ഞാനും ഒരു പൈസ തരാൻ പോകും. അദ്ദേഹം പൈസ തന്നു. ഞാൻ ഓടിച്ചെന്ന് തുണി മേടിച്ചുകൊണ്ട് കൊടുത്തു. ആ കുഞ്ഞിനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പൈസ എല്ലാം മേടിച്ചു കൊടുത്തു. ആംബുലൻസിനുള്ള പൈസ കൊടുത്തു. ഈ ആംബുലൻസിൽ എന്റെ മകൻ ICUവിൽ കിടക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് കയറി ആ നിറഗർഭിണിയായിട്ടുള്ള ആ തള്ള, അതുപോലെ തന്നെ ആ ഇളയ കുഞ്ഞിനെയുമായിട്ട് അവരാണ് കുടിച്ചോരിലൊക്കെ ആ ആംബുലൻസിൽ ഞാൻ മുണ്ടക്കയത്ത് ചെന്നു. മുണ്ടക്കയത്താണ് വീട്. മുണ്ടക്കയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അവന്റെ അമ്മായിപ്പൻ നല്ല മനുഷ്യനാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസ മിച്ചമുണ്ടായിരുന്നു. ഇവന്റെ കൊടുത്താൽ അത് കുടിച്ചു തീർക്കും. അതുകൊണ്ട് അമ്മായിപ്പനെ വിളിച്ച് പറഞ്ഞത് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് കൊടുത്തിട്ട് തിരിച്ച് ആംബുലൻസിൽ വന്നപ്പോൾ ആംബുലൻസിൽ ഞാൻ തിരിച്ച് കോട്ടയം ICU ചെന്ന് രാത്രി 2 മണി, ഗേറ്റ് അടച്ചിരിക്കുക. എന്റെ കുഞ്ഞിന്റെ അടുക്കലോട് എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞിന്റെ ഗതി എന്നായെന്ന് എനിക്കറിയത്തില്ല. ഒരു പേപ്പർ വിരിച്ച് ഞാൻ തിന്നെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ പുറമേയും അകത്തും കിടക്കുന്ന അവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാണ്, നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു ഇളക്കം തട്ടുമ്പോൾ, ഒരു ദൂതനിറങ്ങി ഒരു ഇളക്കം തട്ടുമ്പോൾ കാലാകാലങ്ങളായി കിടക്കുന്ന ഈ രോഗികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യമാണ്. ഹല്ലേലൂയ. ഒരാൾ സൗഖ്യം പ്രാപിച്ച് ഒരുത്തൻ സന്തോഷത്തോടെ പോകുമ്പോൾ ആയിരങ്ങൾ അവിടെ സങ്കടത്തോടെ കിടക്കുകയാണ്. എനിക്ക് അതിനൊരു അവസരം കിട്ടിയില്ലല്ലോ, എനിക്കൊരു വിടുതൽ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കിടക്കുക. പക്ഷെ ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് വരെ അവിടെ ആ കുളക്കരയിൽ സംഭവിക്കാത്ത ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാവോ? ഒരുവൻ ഇന്ന് വരെ വരാത്ത ഒരുവൻ വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഒരുവൻ കടന്നു വരികയാണ്. യേശു ക്രിസ്തു എന്നാണ് അവന്റെ പേര്. അവരോട് വന്ന് അവന്റെ കാൽപ്പാദം അവിടെ പതിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 38 വർഷമായി. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ആണോ? അതൊന്ന് വായിച്ചോട്ടെ. എന്നാൽ 38 ആണ്ട്, 1 വർഷമല്ല. ഹല്ലേലൂയ. സ്റ്റീഫ, നിനക്ക് എത്ര വയസ്സുണ്ട് മക്കളെ? 29 ഉള്ളത്. ഈ 38 ആണ്. ഇനിയും വേണോടോ വർഷം? 9 വർഷം ജീവിച്ചിരിക്കും. ഈ പുള്ളി 38 വർഷമായിട്ടാണ് കിടക്കുന്നത്. രോഗം ബാധിച്ചവരായിട്ട് കിടക്കുക. അതിന് മുന്നേ പുള്ളിക്ക് എത്ര വയസ്സൊന്നും അറിയത്തില്ല. രോഗം എന്താ വന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ആയുസ്. യേശു ക്രിസ്തുവേ ജീവിച്ചിരുന്നത് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. അല്ലേ ദാസനെ? അങ്ങനെയെങ്കിൽ 38 വർഷം ഒരു
അവന്റെ ദുരിതം നിസ്സാരമല്ല, അവന്റെ കഷ്ടപ്പാട് നിസ്സാരമല്ല, അവന്റെ ജീവിതത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നിരാശയുടെ കനം നിസ്സാരമല്ലെന്ന്, അവന്റെ ഹൃദയത്തിലെ ദുഃഖത്തിന്റെ കനം നിസ്സാരമല്ല. അവൻ തകർന്ന് 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 തരിപ്പണമായി ഈ 38 വർഷവും പലപ്പോഴും ഈ കളത്തിലെ വെള്ളത്തിന് അനക്കം കേൾക്കുമ്പോൾ അവനൊരു സൗഖ്യം കിട്ടാതെ അവൻ തകർന്നടിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കാൻ സാധ്യതയില്ല, ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ ഈ കിടക്കയിൽ തന്നെ തീർന്നു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളിൽ ചിലർ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നും ഇത് ഇവിടം കൊണ്ട് തീരുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് മുന്നോട്ട് പോകാനൊരു സ്ഥിതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയുക, നിന്റെ അടുത്ത് യേശു വന്നാൽ, നിന്റെ ജീവിതത്തിൽ യേശു വന്നാൽ, നിന്നെ ഒന്ന് യേശു തൊട്ടാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താ സംഭവിച്ചത് ഇവിടെ? എന്താ സംഭവിച്ചത്? വായിച്ചോടാ നീ. യേശു വന്നിട്ട് ആര് കിടക്കുന്നത്? ഇത്തിരി പേര് കിടക്കുന്നുണ്ട്. പക്ഷെ 38 വർഷമായിട്ട് കിടക്കുന്ന ഒരുവനെ ഈ 38 വർഷം പലരും കണ്ടിട്ടില്ല, പലരും അവനെ കണ്ടിട്ടില്ല, അവന്റെ ഉറ്റവരെ അവനെ നോക്കിയിട്ടില്ല. ചിലപ്പോ നമ്മുടെ ബന്ധക്കാരൊക്കെ അല്ലേ അല്ലേ പറയുന്നേ. ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയി നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ഒരാളെ ഈ പോണ്ടിച്ചേരിയിലെ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചാൾ ഒരാൾ നിൽക്കും അല്ലേ, അത് കഴിയുമ്പോൾ അവരും എടുക്കും, പിന്നെ പോവും, വേറെ ആരെങ്കിലും വരും, കൂടെ ഉള്ള ആർക്കും ഭാര്യയോ ഒക്കെ വേണമെങ്കിൽ നിൽക്കും. അത് എത്ര നാളത്തേക്കാന്ന് അറിയത്തില്ലെന്ന്. 38 വർഷം ഒരുത്തരുടെ കൂടെ ആരെങ്കിലും നിന്ന് കാണുമല്ലോ, അടുത്ത് പോയെന്നേ, എല്ലാരും ടാറ്റ പറഞ്ഞു പോയെന്നേ, എല്ലാരും സുല്ല് പറഞ്ഞു പോയെന്നേ, ഇനി ഈ മനുഷ്യന് ഒരു അനക്കം ഉണ്ടാകത്തില്ല, ഈ മനുഷ്യന് ഇനി ഇവിടെ ഒരു ചലനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും ടാറ്റ പറഞ്ഞു പോയി. എല്ലാരും ടാറ്റ പറഞ്ഞു പോകുമ്പോഴാ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം. എല്ലാരും ടാറ്റ പറഞ്ഞു പോകുമ്പോഴാ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ യേശു കടന്നു വന്നിട്ട് അവനെ നോക്കി, അവനെ നോക്കിയിട്ട് യേശു കണ്ടിട്ട് അവൻ ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. യേശു നോക്കിയാലേ. ഹല്ലേലൂയ. നമ്മൾ ഡോക്ടർമാരെ നോക്കിയാലേ, ഡോക്ടർമാരെ നോക്കുന്ന തന്നെ കണ്ടിട്ടില്ലേ, സിസ്റ്റർ കണ്ടിട്ടില്ലേ? എങ്ങനെ നോക്കുന്നു? ആദ്യം ഒന്ന് പറ. ഓ സിസ്റ്റർ അറിയത്തില്ല, പിന്നെ ഞങ്ങൾ ആരാ? എന്റെ ദേവദാസനെ, നിങ്ങളൊരു സീനിയർ, നിങ്ങളും കൂടെ ഒന്ന് പറ. ഡോക്ടർമാർ എന്നാ ഞാൻ പറയാം, ഡ്രൈവറായിട്ടുള്ള ഞാൻ പറയാം, പാസ്സായിട്ടുള്ള ഞാൻ അങ്ങോട്ട് പറയാം. ആദ്യം കണ്ണിലോട്ട് നോക്കും അല്ലേ അല്ലേ, എന്നിട്ട് പറയും. നമ്മളിവർക്ക് കണ്ണിലോട്ട് നോക്കുന്ന അനുരാഗം കൊണ്ടല്ല, കണ്ണിലോട്ട് നോക്കുന്ന അനുരാഗം കൊണ്ടൊന്നല്ല, നിന്റെ ശരീരത്തിൽ വല്ല ചോരയോ നീരോ വല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന. ഹല്ലേലൂയ. അയ്യോ ആ ഡോക്ടർ ഉണ്ടല്ലോ, ഒപ്പമോളജിലെ ഡോക്ടർ, അയ്യോ ആ ഡോക്ടർ എന്റെ മുഖത്തോട് നോക്കി ഒരു ഇരിപ്പായിരുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു, ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. അയ്യോ പിന്നെ നിന്റെ കൃഷ്ണമണിയുടെ അഴക് കാണാൻ വേണ്ടിയല്ലേ? അല്ലെന്നേ, നിന്റെ ശരീരത്തിന്റെ അവസ്ഥ കണ്ണി നോക്കി അറിയാം. കുറച്ചു നേരം കഴിയുമ്പോ ചിലര് പറയും, ഓ ആ ഡോക്ടർ കൊള്ളത്തില്ലായിരുന്നു, ആ ഡോക്ടർ എന്റെ വായിലോട്ടാണ് നോക്കിയത്, അല്ലാതെ വെച്ചാൽ ഇവളോട് പറഞ്ഞാൽ നാക്കൊന്ന് നീട്ടിയത് ഇങ്ങനെ അല്ലെ, അങ്ങനെ പറയാറില്ല. നിന്റെ നാക്കേ നോക്കി അറിയാം. പിന്നെ പറയാം, ആ ഡോക്ടറോ ഇനി വന്നേ ഇങ്ങനെ, നീ അവിടെ ആ കൈ നിന്ന്, ഓ പുള്ളി തടകലുകാരനാണെന്ന് തോന്നുന്നു, പുള്ളി നോക്കിയത് തടകാൻ വേണ്ടി, നിന്നെ തടകാൻ വേണ്ടി നോക്കിയതൊന്നുമല്ല, നിനക്ക് പൾസ് കൃത്യമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. ശരിയാണോ? കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളി കാതിലോട്ടൊരു സാധനം എടുത്ത് കുത്തിക്കയറ്റും, എന്നിട്ട് അതിന്റെ അറ്റം എടുത്തിട്ട് നിന്നെ നെഞ്ചത്തോട്ടൊന്ന് വെച്ച് നോക്കും അല്ലേ അല്ലേ? ഓ നിങ്ങളാരും ആശുപത്രിയിൽ പോയിട്ടില്ല കേട്ടോ, കാരണം ഇരിപ്പ് കണ്ടില്ലേ, ആരും ഇതൊന്നും കണ്ടിട്ടില്ല, നെഞ്ചത്തോട്ട് വെച്ച് നോക്കും അല്ലേ മക്കളെ? എല്ലാ കസാര നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. അതിന്റെ ഡോക്ടർമാരുടെ കസാര നല്ല ഒന്നാന്തര കസാര, ചാരിയിരിക്കുന്ന കസാര, കറങ്ങിയിരിക്കുന്ന കസാര, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാവുന്ന കസാരയാണ്. പക്ഷെ രോഗിക്ക് മാത്രം ഒരു സ്റ്റൂളെ കാണത്തുള്ളൂ, അവൻ ഒരു കറങ്ങുന്ന കസാരയെ കൊടുക്കത്തില്ല, ഒരു സ്റ്റൂളെ കാണത്തുള്ളൂ. കാരണം നേരത്തല്ല, ഇവൻ അവിടെ ചെന്നിരിക്കുമ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ വെക്കും. അന്നേരം പുള്ളി പറഞ്ഞു നല്ല സുഖം, നല്ല മസാജ്, പുള്ളി അവിടെ കൂടെ കുത്തുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പറയും, ഒന്ന് വലിച്ചു വിട്ടേ. ഞങ്ങളുടെ നാട്ടിലുള്ള അച്ചാന്മാരൊക്കെയാണ് പോക്കറ്റിലോട്ട് പതുക്കെ തിരും, കാരണം ചെയ്ത് വീഡിയോ ഉണ്ടോ എന്ന് നോക്കും, വലിക്കാനേ വലിച്ചു വിട്ടു. അതല്ല, ശ്വാസം ഒന്ന് വലിച്ചു വിടാനാ പറഞ്ഞത്, മറ്റേ തീരുമാനമല്ല പറഞ്ഞത്, ചെയ്ത് പിടി എടുക്കാനല്ല പറഞ്ഞത്. അപ്പൊ ശ്വാസം ചിലരുടെ വിടത്തു പോലും വിലങ്ങി തിരിച്ചു വിടത്തില്ല.
അപ്പൊ ഒന്ന് താത്ത് വിട്ടെ, രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് തിരിഞ്ഞിരുന്നേ പുറത്ത് രണ്ട് പോകും. ഇതും കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച സിസ്റ്റർ എന്നാ ചെയ്യുന്നത്? ഒന്ന് എക്സ്റേ എടുത്തേ, അതും കഴിഞ്ഞില്ലേ സ്കാൻ ചെയ്തേ, CT സ്കാൻ. ഓ, രക്ഷപ്പെട്ടു. വേറെ MRI. ചില ഡോക്ടർമാരാണ് വിടുന്ന വിടല് കാണണം. പിന്നെ സ്കാനിങ് സെന്ററിൽ പോകാതെ അവിടുത്തെ മാത്രമേ ക്ലിയർ ആകത്തുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലായി ആ സ്കാനിങ് സെന്ററിലോട്ട് നീ വിടുന്നതിന്റെ കാര്യമില്ലാന്ന്. അവിടെ ക്ലിയർ ആയിട്ട് അവൻ അടിയിൽ കൂടെ ഇപ്പുറത്ത് ചെല്ലുവേ കമ്മീഷൻ. മനസ്സിലായി? ഈ പാവപ്പെട്ടവർ അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് 900 അവിടെ കൊടുക്കുമ്പോ 700 എടുത്തിട്ട് 200 ഇതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ചെല്ലും. ആ ക്ലിയർ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ പലയിടത്തോട്ടും പേര് പറഞ്ഞു വിടും. എല്ലാ സ്കാനിങ് സെന്ററുകാരും ജീവിക്കട്ടെ. എന്തിനാ ഈ പാവപ്പെട്ട രോഗിയുടെ ഇത് മേടിക്കും? അപ്പൊ അങ്ങോട്ടും വിടും. എന്തിനു വേണ്ടി? രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി വിടുകയാണ്. CT സ്കാൻ എടുത്ത്, MRI എടുത്ത്, അവിടെ നോക്കി. ഇപ്പൊ വേറെ പരിപാടിയുണ്ട്, ഹൃദയത്തിന്റെ പരിപാടി. എല്ലാ വർഷം എക്കോ. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എക്കോ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു മലയിൽ ചെന്നിട്ട് അവിടെ തിരിച്ചു കേൾക്കും. ഈ മലയിൽ ഈ സൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു കേൾക്കും. അല്ല, ഇവിടെ നമ്മൾ പാട്ട് കേട്ടില്ല, നമ്മളിപ്പോ പാട്ടൊക്കെ പാടുമ്പോ ഡിലേ എടുത്തില്ല, അതിന് എക്കോ എന്നൊക്കെ പറയും. ആ എക്കോ അല്ല ഇത് വേറെ എന്തോ സാധനത്തെ കയറി ഇങ്ങനെ ഓടും. അമ്മച്ചി ജീവിതത്തിൽ ഇതുവരെ ഓടിയിട്ടില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ ഇടിപ്പും പമ്പിക്കും കിപ്പിക്കും ഒക്കെ നോക്കുന്ന സംഭവം. ഇതെല്ലാം എടുത്തു നോക്കും. ഇതെല്ലാം എടുത്ത് നോക്കി പിന്നെ പോകുന്നൊരു പോക്കുമാണ് ആശുപത്രിയിലോട്ട്. എന്റെ പൊന്നെ, സർക്കാർ ജോലിയുള്ള സീനിയർ സൂപ്രണ്ട് പോലും ഇത്രയും ഫയൽ ചുമക്കത്തില്ല. അതുപോലൊരു ഫയലിനകത്തിനാക്കി ഈ റിപ്പോർട്ടുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചോണ്ട് പോവുക. എങ്ങോട്ട് പോവാന്നറിയാം? ഡോക്ടറിന്റെ മുന്നിലോട്ട് കൊണ്ട് നിരത്തുക. ഡോക്ടർ ഇപ്പൊ പുള്ളിയും എടുത്തിട്ട് പുള്ളി മറ്റേ വിഷയം മേടിച്ച് വെച്ചിരിക്കുക. പഴയ നോട്ടം ഈ വിരള് തപ്പി വിരള ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇടുന്നില്ലേ? ചില ഡോക്ടർമാരൊക്കെ നാക്കത്തുണ്ടായിരുന്നു ഇങ്ങനെ മറിച്ചോണ്ടിരുന്നത്. റിപ്പോർട്ട് അത്രയും റിപ്പോർട്ടായിട്ടും പലരും അവസാനം വീട്ടിൽ സുഖത്തോടെ ചെന്നിട്ടില്ല. സോറി എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ പെട്ടിയിലായിരിക്കും ചെല്ലുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, ഈ 38 വർഷക്കാലമായിട്ട് ഇവിടെ കിടന്ന ഈ മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് സ്തോത്രം കാണിക്കാൻ റിപ്പോർട്ടുകളൊന്നുമില്ല. ഇവനെ എടുത്തോട്ട് പോകാൻ ഒരു സ്കാനിങ് സെന്ററിലോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം, ഇവന്റെ എക്സ്റേ ഇല്ല, ഇവന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ലെന്ന് ഇവൻ ഇവിടെ കിടന്ന് നരകിച്ച് കിടക്കുക. പക്ഷെ യേശു ഒന്ന് നോക്കിയപ്പോൾ അവിടെ സകല സ്കാനിങ് നടന്നു. അവിടെ യേശു നോക്കിയപ്പോൾ അവിടെ സകല എക്കോയും നടന്നു. യേശു നോക്കിയപ്പോൾ അവന്റെ ശരീരത്തിലുള്ള എല്ലാ അവസ്ഥകളും യേശു അറിഞ്ഞു. ഹല്ലേലൂയ. സിസ്റ്ററെ, ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ തലമുടികാരനേക്കാളും ചെറുതായിട്ട് നമ്മുടെ നട്ടലിന്റെ കശേരന്റെ ഇടയിൽ കൂടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലെ പ്രവർത്തിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്ന ഒരു സാധനമല്ലേ ഈ കോഡ്? തലച്ചോറിൽ നിന്നും അതിന്റെ സിഗ്നൽ കൊടുക്കുന്ന സാധനമല്ലേ? എനിക്ക് വലിയ വിദ്യാഭ്യാസമല്ലേ? ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ 38 വർഷം ചലനമറ്റ് കിടക്കുന്നവന്റെ സ്പൈനൽ കോഡിന്റെ സ്തോത്രം എന്താണ് അതിന്റെ കുഴപ്പമെന്നും എന്താണ് അതിന്റെ വ്യതിയാനമെന്നും എന്താണ് അതിന്റെ ചലനമറ്റ അവസ്ഥയെന്നും കാണുവാൻ തക്കവണ്ണം അഗ്നിജാലത്വത്തെ കണ്ണുള്ളവന്റെ നോട്ടത്തിൽ, ദൈവാത്മാവിൽ നിറഞ്ഞവന്റെ നോട്ടത്തിൽ, പുനരുദ്ധാനത്തിന്റെ ശക്തിയുള്ളവന്റെ നോട്ടത്തിൽ കർത്താവിന് മനസ്സിലായി. ഏറിയ കാലമായിട്ട് കിടക്കുന്ന അവന്റെ അവസ്ഥ മനസ്സിലാവുക. കർത്താവ് എന്നോട് എന്നാ പറഞ്ഞേ? എന്നെ പറഞ്ഞു വായിച്ചോട്ടെ. കേട്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തുള്ളവരുടെ സാക്ഷികളാകുകയും നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അധികാരം ചോദിക്കുക, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പൂർണ്ണ മനസ്സുണ്ടോ? ഉണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. സഭ ഒന്നാണെന്ന് പ്രിയ നിന്റെ മകനെ കടന്നു നേടിയാട്ടെ. കർത്താവിന്റെ ദാസന്മാരെ നിങ്ങൾ കടന്നു നേടിയാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും.
നിന്റെ ആ വലിയ പടമുണ്ടല്ലോ, ആ മിസ്റ്റർ ഇന്ത്യ ആകാൻ വേണ്ടി പോകാൻ വേണ്ടിയിരുന്ന പടം, അത് ഇതിനകത്തിലൊന്ന് ഇടണം കേട്ടോ. ഇതിനകത്ത് കൊടുത്തിട്ട് ഇതിനകത്തിലൊന്ന് ഇട്ടികരെല്ലാം ഒന്ന് കാണിക്കണം. ഹല്ലേലൂയ. 12 പേര് ഐസിയിൽ കിടന്നിട്ട് 10 പേര് മരിച്ചുപോയി. നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളവരായിരുന്നു. 2 ലെഗ്സും പോയവരായിരുന്നു. 2 ലെഗ്സും പോയിട്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ഞാനെങ്കിൽ ജീവൻ പോകാൻ നിൽക്കുമ്പോ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി കടന്നു വന്നിട്ട് ഒരു ഓറഞ്ചിന്റെ അല്ലി എടുത്ത് നാവിലേക്ക് കൊടുത്തു. ആ ഓറഞ്ചിന്റെ അല്ലി ഇങ്ങനെ നാവിൽ ഉണഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ അല്ലി കൊടുത്തിട്ട് പോയ ആ സഹോദരി തൊട്ടപ്പുറത്തെ ബെഡിൽ പോയി ഇങ്ങനെ കിടന്ന് മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ 10 പേര് മരിച്ചു. 12 പേരിൽ 10 പേര് മരിച്ചെങ്കിൽ 2 പേരെ ദൈവം വിട്ടുവെച്ചെങ്കിൽ അതിൽ ഒരുവനായി ജീവൻ. ഈ ജീവൻ ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഞങ്ങൾ സാക്ഷീകരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 38 വർഷം അയാളോട് പറഞ്ഞ കിടക്കെടുത്തോണ്ട് എന്നാ പറഞ്ഞേ, ഇങ്ങോട്ട് വന്നേ, നീ എന്നെ കൂടെ വന്ന് നിൽക്കുക. വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ കീബോർഡ് വായിക്കുന്നത് വായന. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് കൂടെ നിന്നേ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചട്ടെ, ബാക്കി ഒന്ന് വായിച്ചട്ടെ. കേട്ടോ, വെള്ളം കലക്കുമ്പോ എന്നെ ഇറക്കാൻ ആരുമില്ലതേ. വെള്ളം കലക്കുമ്പോ എന്നെ ഇറക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുമ്പോ എനിക്ക് മുന്നേ മറ്റെടുത്ത് ഇറങ്ങും. ഇനി നോക്കിയാലോ, ചുമ്മാ കലണ്ടറെ ഡേറ്റ് നോക്കി കളയാനേ പറ്റത്തുള്ളൂ. സംവത്സരങ്ങൾ കളയാനേ പറ്റത്തുള്ളൂ. നിന്നെക്കാളിലും കഴിവുള്ളവൻ, നിന്നെക്കാളിലും മിടുക്കുള്ളവൻ, ആദ്യം ചാടി ഇറങ്ങാൻ കഴിവുള്ളതൊക്കെ അവിടെ കിടപ്പുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു കാലത്ത് നീ കിടക്ക വിട്ട് എഴുതേക്കോ നിനക്ക് പ്രതീക്ഷ വേണ്ട. പക്ഷേ യേശു എന്നാ പറഞ്ഞത്? യേശു അവരോട് യേശു അവരോട് ഉടനെ 38 വർഷം വെച്ച കിടക്കെടുത്ത് നടന്നോളാം നടക്കുന്നത്. അല്ല, യേശു അവിടെ ചെന്നിട്ട് നീ പോയി ആ എക്സ്റേ എടുത്തോണ്ടോ അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ, നീ പോയി സ്കാനിങ് എടുത്തോണ്ടോ അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ, നീ പോയി എക്കോ എടുത്തോണ്ടോ അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ, നീ പോയി ന്യൂറോ സർജനെ കണ്ടിട്ടോ അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ. அப்படி சொன்னியா ஒரே நிமிஷம் ஒரே நொடியில நீயோ கிடக்க எடுத்துட்டு கிளம்பு, இங்கிருந்து கிளம்பு. ஹல்லேலூயா. ஹல்லேலூயா. ஓ 38 வருஷத்தை, ஹல்லேலூயா ஸ்தோத்திரம். அந்த 38 வருஷத்தை ஒரே நொடியில ஷபானா ஹதனா கானா ரச்சா കണക്കറിയാ വന്നിരല്ലേ? ഹല്ലേലൂയ. കമ്പ്യൂട്ടർ ഉണ്ടോ? ഓ വേണ്ട. മൊബൈൽ ഫോൺ ഉണ്ടോ? മൊബൈൽ ഫോൺ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഇരിക്കുന്നത് തേപ്പ് പലകയൊന്നും അല്ലല്ലോ, ഇത്രയും വീതിയുള്ള സാധനം ഇരിക്കുന്നത്. അതെല്ലാം എടുത്തിട്ട് 38 ഗുണം 365 65 ഉണ്ട്, 5 ഇടും, 66 കൂട്ട്. 66 ഗുണം 24 ഗുണം അങ്ങനെ കൊണ്ട് കുടിക്ക് ഗുണിച്ചിട്ട് 60. സിസ്റ്റർ എടുത്തു. കുടിച്ചാൽ തീരത്തില്ല കേട്ടോ, കുറെ സമയം എടുക്കും. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ചോദിക്കും, നിന്റെ മൊബൈലിൽ അത് എഴുതി കാണിക്കുന്നില്ല. ഞാൻ 100% പറയുക. ഗുണം 60 ഗുണം വെച്ച് നോക്കുമ്പോ എത്ര സെക്കൻഡാ? കഴിഞ്ഞ 38 വർഷത്തെ സെക്കൻഡുകൾ കണക്ക് കൂട്ടിയാൽ കോടി സെക്കൻഡുകൾ നിന്റെ ജീവിതം പാഴായി പോയിട്ടുണ്ട്. കോടി സെക്കൻഡുകൾ നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് സെക്കൻഡുകൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല. പക്ഷെ യേശു വന്നിട്ടോ നിന്റെ മുന്നിൽ വന്നിട്ടോ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തെ ആടിമുടി മാറ്റിട്ട് പറയുക, നീ കിടക്ക എടുത്തുകൊണ്ട് കിടക്കാം. അതാ എന്റെ യേശു. നിന്റെ ചരിത്രം മാറ്റും, നിന്റെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. യേശു നിന്റെ സ്ഥിതിയെ മാറ്റും. അതുകൊണ്ടാ പറഞ്ഞേ, നിന്റെ കണ്ണ് കണ്ടിട്ടില്ല, നിന്റെ കാത് കേട്ടിട്ടില്ല, നിന്റെ ഹൃദയത്തെ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ലെന്ന്